ശരത് സർ, യെസ് വെറുതെ ചോദിക്കട്ടെ, നമ്മളെ പല രാഗങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? എന്തോന്നേ അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. ഞാൻ വിചാരിച്ചു നീ ഏതെങ്കിലും 73ാമത്തെ മേളകർത്താരാഗത്തിനെ കുറിച്ച് ചോദിക്കുകയായിരിക്കും. അല്ല, ഒരു സംശയം വന്നു ഇവിടെ. ഇങ്ങനെ എന്തായിരിക്കും ഈ കാളരാഗം എന്നുള്ളത്? അല്ലല്ല, അത് മണ്ടത്തരാണ്. അത് കാര്യം ഒന്നാമത് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഒരു നല്ല റിയാലിറ്റി ഷോ. എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നീ നല്ലൊരു ആങ്കറാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. സത്യം പറയാണത്. എനിക്ക് അല്ല, ക്ഷണക്കത്ത് തൊട്ട് ഈ മനുഷ്യൻ ഇവിടെ ഉണ്ട്. അപ്പൊ പുള്ളിയോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്, എടാ എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു രാഗം ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാതെ എത്ര രാഗമുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളോട് അതൊക്കെ പഠിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടിത്തം ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. മഹാബോർ എന്തോന്നാടേ, അതൊരു ന്യായം വേണ്ട നീ ചോദിക്കുന്നതിന്. ഈ കാളരാഗം എന്താണത്? അല്ലല്ലേ, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. എന്താ നീ തമാശ പറയാനാക്കി ഓക്കെ, ഞാൻ തമാശ എനിക്ക് കുറെ ഇഷ്ടം. കേക്കണം, എനിക്ക് തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കുറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഈ വിട്ടിത്തം ചോദിച്ചാല് തമാശ നമ്മളതങ്ങനെ എടുക്കത്തില്ല. ഒരാൾ മുമ്പിൽ ഇരിക്കുന്നത് എന്ത് പണ്ടത്തിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതാണ് പറഞ്ഞത്. ഇപ്പം നിന്റെ വായിന്ന് എന്തെങ്കിലും വൃത്തിയായിട്ട് ചോദ്യം എന്നാൽ ഞാൻ ചിലത് ചോദിക്കട്ടെ, എനിക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? അല്ല നീ പറ, അതിനങ്ങനെ ഉത്തരം പറ. അത് നമ്മൾ എൻ്റെ റൂമിൽ വന്നാണ് നീ ചോദിക്കുന്നെങ്കിൽ നമ്മൾ തമാശയ്ക്ക് എടുക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മണ്ട ചോദ്യം എനിക്കത് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ ചെയ്യരുത് പാറു. നീ ഒരു നല്ല ആങ്കറാണ്, ഒരുമാതിരി മഹാബോറാത് സത്യം. നമുക്ക് നെഞ്ചിലൊക്കെ എന്താ പറയുക, എപ്പോഴും ആ ഒരു ബ്ലാക്ക് അങ്ങനെ കിടക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ ഞാനൊക്കെ അങ്ങനെ നമ്മൾ വെറുത്താൽ പിന്നെ വെറുത്തതാണ്, പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ നമ്മൾ കയറ്റി വെറുത്തതേ അല്ല. അതെൻ്റെ ഒരു സ്വഭാവം അതാണ്. എടാ നിൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്നേഹം നീ അത് മിസ്യൂസ് ചെയ്യരുത്. എന്ത് വിട്ടിച്ച വിദേഹത്തിൻ്റെ അടുത്ത് അങ്ങ് ചോദിക്കാതെ പറഞ്ഞ് ബോറെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബോറാ. അത് എനിക്ക് അധികം കൊണ്ടൊന്നും പറയാനില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ പോട്ടെ. അല്ലേ ഇനി ഞാനെന്ത് പറയാനാ? പോട്ടെ. സതീഷേ, എന്താണ് നമ്മൾ എന്നാലും ഒരുപാട് വളരെ സ്വീറ്റ് ആണ്. അങ്ങനെയല്ല, ജനറലി ഒന്നും അറിയാതെയാണ്. അങ്ങനെ ചെറിയ കുട്ടിയല്ലേ. ഇങ്ങോട്ട് നോക്ക് പാർവതി, ഇങ്ങോട്ട് നോക്ക്. ഇതെന്ത് കാര്യം, ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ നീ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ? അയ്യോ പാവം. പ്രൊഡ്യൂസറോട് ഓരോ ഐഡിയ. അയ്യോ മക്കളെ കരയല്ലടാ. എടാ ഇന്ന് ഏപ്രിൽ 1 ഒരു ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ചത്. പ്രാങ്ക് ചെയ്തതാ ഞങ്ങള്. അങ്ങനെ വിചാരിച്ചാല് അല്ല, ആദ്യം ആ മൂക്കള തുടക്കി. എടാ ഏപ്രിൽ 1 ഞാനങ്ങനെ പറയൂ? ഞങ്ങളങ്ങനെ പറയൂ? നമ്മൾ എപ്പോഴെങ്കിലും ഈ ജന്മത്തിൽ നിന്നോടൊക്കെ സംസാരിക്കുമോ? ഇതിന്റെ പിന്നിൽ ചില കറുത്ത കൈകളുണ്ട്. കറുപ്പ് നീലേ അവരാണ് പറഞ്ഞത് നിന്നോട് ഇങ്ങനെ പെരുമാറണം. ഏപ്രിൽ ഫൂൾ കരയിക്കാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? പ്രാങ്കാണ് ഇത്. ഇറ്റ്സ് ഓൺലി എ പ്രാങ്ക്. ഒരു 2 ലൈൻ എന്തെങ്കിലും പാടിത്താ.
ചക്കരെ നീ കരച്ചിൽ നിർത്തി. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എന്തിനാ എന്നെ ഇത്ര ചീത്ത പറഞ്ഞേ? എന്റെ ചക്കരേടാ, ഇത് അവര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം വെച്ച് ഞാൻ പിടിക്കുവോ? കാളരാഗോ എന്ത് രാഗം? ഞാൻ അങ്ങനെ ചിന്തിച്ച പിന്നെ ഞാൻ സീരിയസ് ആയപ്പോ എനിക്ക് പേടപ്പോ സതീഷ് ചേട്ടൻ പറഞ്ഞു സോറി പാറൂന്ന്. അപ്പൊ കയ്യിന്ന് പോയിന്ന് വിചാരിച്ച്. സതീഷ് ഭായ് എല്ലാം ചെയ്തിട്ടേ എല്ലാം ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട. സോറി ഡാർലി. എടാ അവര് പറഞ്ഞിട്ട് ചെയ്താടാ. കുഴപ്പമില്ല. നീ കരയല്ല, നീ കരയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. പിടിച്ചിട്ട് വെക്കോ. ഇതുകൊണ്ട് നീ പോകേണ്ട സാധനം പുറത്താക്കും, ഞാൻ എല്ലാം പുറത്താക്കും. സോറി ട്ടാ മുത്തേ, സോറി. പാറു പാരു പാറു പാറു എന്താ പാറു എന്റെ പൊന്നു ചക്കരയല്ലേ പാറു, സൂപ്പർ സ്റ്റാർ നക്ഷത്രമല്ലേ പാറു, എന്റെ പൊന്നു ചക്കരയല്ലേ പാറു, സൂപ്പർ സ്റ്റാർ നക്ഷത്രമല്ലേ പാറു. പാറു ഇങ്ങ പാറു ഇങ്ങ പാറു. ലവ് യു Love you, മുത്തേ. ലവ് യു ഡി. ലവ് യു പാരു. ചക്കരെ അതങ്ങോട്ട് ഹൃദയത്തിലേക്ക് എടുക്കണ്ട കേട്ടോ. ഞങ്ങൾക്കൊക്കെ നീ ഒന്ന് നിന്നെ കണ്ണു നിറഞ്ഞപ്പോ നമ്മുടെയൊക്കെ ചങ്കാ പൊട്ടിയത്. അത് അത്രയ്ക്ക് സ്നേഹമാണ്. അത് മനസ്സിലാക്കിയാ മതി. ഇന്ന് April 1 ആയിപ്പോയി. അത് എന്ത് ചെയ്യാനാടാ? ക്ഷമി, അതെനിക്ക് അറിയില്ലായിരുന്നു. ക്ഷമി. സോറി സോറി മുത്തേ. അതിന് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത കേട്ടോ, എനിക്കറിയില്ല. ഷാനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അവക്കിട്ട് കൊറേ നാളെ ഒരു പണി കൊടുക്കണം തന്നെ പറഞ്ഞു. അതെ, ഷാനാണ് ആക്ഷൻ പറഞ്ഞത്. പിന്നെ ഞാൻ എന്തോക്കെ പറഞ്ഞു പോട്ടെ. പക്ഷെ ഭയങ്കര ആക്ടിംഗ് ആയിരുന്നു. പക്ഷെ ഓസ്കർ അവാർഡ് കൊടുക്കേണ്ട ഒരു അതെ, ബ്രില്യന്റ് പെർഫോമൻസ്. എല്ലാവരും വലിയൊരു കൈയടി കൊടുത്തേ. കൈയടിക്കും. എടാ ഞാൻ അങ്ങനെ ഒരാളെ അല്ലടാ. ഞാനും ഓർത്ത് ആ പിന്നെ അല്ല, വഴക്ക് പറയുന്നേ. നീ കട്ടയ്ക്ക് അങ്ങ് ഇരിക്കാൻ സതീഷാണ് സോറി പാറു. കൺവിൻസിംഗ് സ്റ്റാർ. നിങ്ങൾ പൊക്കോ, ഞാൻ വക്കീലായിട്ട് പുറകെ വന്നേക്കാം എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും ഞാൻ April Fool ആയിരിക്കാണ് ഗൈസ്. യെസ്.